ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് താളി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 7 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വരുന്ന ബെല്ലൈക്കണ് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ താളി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പേരയിലയാണ് എടുക്കുന്നത്. പേരയില നമ്മുടെ മുടി ഭയങ്കരമായിട്ട് തിക്കാവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ്. മുടിക്ക് ഉള്ളില്ലാത്തവർ പേരയില ഒരാഴ്ചയിൽ ഒരു 3 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതി സബോളയാണ്. അപ്പോൾ നിങ്ങൾക്ക് സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6-7 ചെമ്പരത്തിയുടെ ഇലയും. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പേരയില ആയതുകൊണ്ട് ഞാൻ ചെമ്പരത്തി ഇല കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ ഞാനൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ മുടി കറുക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചെമ്പരത്തി ഇലയുടെ ഗുണങ്ങൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മുടി കാണുമ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് തോന്നാനും സ്കാൾപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി ഇല. മുടി ഏറ്റവും അധികം മുടി നന്നായിട്ട് ഉള്ളു വെക്കാനൊക്കെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ചെമ്പരത്തി ഇല എന്ന് പറയുന്നതും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതി സബോളയാണ്. സബോള നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ മൂലമുള്ള ഇതൊക്കെ മാറാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്ന് സബോള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്കെല്ലാം നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഇതിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മുടെ ചെമ്പരത്തിയുടെയും പേരയിലയുടെയും ഒക്കെ ഒരു പൊടികളൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോവില്ല. പിന്നെ നമ്മളതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഉള്ള പാക്കുകളൊക്കെ അരിച്ച് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ നമ്മുടെ പാക്കൊക്കെ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു കടും പച്ച കളറ്, നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹെയറിൽ ഓയിൽ മസാജ് ചെയ്യണം. പിന്നെ ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പേരയിലയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഹെയറിൽ ഓയിൽ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ലാത്തത് കൊണ്ട് നമ്മുടെ ദേഹത്തൂടെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പാക്കൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഓയിൽ എന്തായാലും തേച്ചിട്ടേ നിങ്ങൾ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. കാരണം ഡ്രൈ ആയിട്ടുള്ളവരുടെ ആണെങ്കിൽ നമ്മുടെ പേരയിലേക്ക് അത്യാവശ്യം ഡ്രൈ ആവണതാണ്. അപ്പോൾ നന്നായിട്ട് മുടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്ത് ഒരു 15-20 മിനിറ്റിന് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് മുടി എന്താ പറയുക കോഴിവാലൊക്കെ പോലെ കിടക്കുന്നവരുടെയൊക്കെ ആണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണ് ഉറപ്പായിട്ടും മുടി നന്നായിട്ട് തിക്കാവും. കാരണം എൻ്റെ മുടി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നുമല്ല. ഞാനിങ്ങനെ പാക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത്യാവശ്യം മുടി ഇത്രയും തിക്കൊക്കെ ആക്കി വരുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടിക്ക് നന്നായിട്ട് തിക്ക് വരും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പേരയില സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ചെമ്പരത്തി ഇല, പിന്നെ കറിവേപ്പിലയൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഹെയറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.